ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ എനിക്ക് ഇൻട്രോ വീഡിയോ ചെയ്യാൻ പറ്റി. കാരണം വേറെ ഒന്നല്ലായിരുന്നു, കൊച്ച് ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ സുഖമില്ലാത്ത കൊണ്ട് എനിക്ക് ഒരു എഡിറ്റിങ് ചെയ്യാനോ അതിൽ ആ ചിത്രത്തെ പറ്റി വിവരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരു സംസാരിക്കാനോ ഇൻട്രോ വീഡിയോ ചെയ്യാനോ പറ്റാതെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് കൊച്ച് സ്കൂളിൽ പോയി. അപ്പോൾ അത് കാരണമാണ് ഇന്ന് എഡിറ്റിങ്ങും അതുപോലെ ഇൻട്രോ ചെയ്യാനും ഒന്ന് ചിത്രത്തെ പറ്റി വിവരിക്കാനും എല്ലാം കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇൻട്രോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. 9ാമത്തെ വീഡിയോ ആണ് എൻ്റെ ചാനലിൻ്റെ. ചാനൽ എല്ലാവർക്കും അറിയാലോ, BN ആർട്ട് ഡെസ്ക് ചാനലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ചാനലൊന്ന് ഫോളോ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ശരി, ഇനി പോസിറ്റീവ് ആണെങ്കിൽ ശരി. ചിത്രം നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക, അത് കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, ഞാനിന്ന് 2 പേരാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് സൈഡിൽ 2 മുഖം വരയ്ക്കാനാണ്. അപ്പോൾ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് അമ്മേനാണ്. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ട് കണ്ണ് വരച്ച് ക്ലിയറാക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് കണ്ണ് ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ പുരികം അധികമൊന്നുമില്ല, അപ്പോൾ ചെറുതായിട്ട് പുരികം വരച്ചു കൊടുക്കുക. ഞാൻ സർക്കിൾ വരച്ചപ്പോൾ തന്നെ നടുവിലായിട്ട് ഒരു വര വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മൂക്കും വായൊക്കെ വരുമ്പോൾ ക്ലിയറായിട്ട് കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ്. ഇതിൻ്റെ പേര് ലൂമിസ് മെത്തേഡ് എന്നാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എഴുതി ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ ചെറുതായിട്ട് മൂക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വായ് ചെറുതായിട്ട് വരച്ചെടുക്കാം. ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിട്ടാണ് ചുണ്ട് കിടക്കുന്നത്. അപ്പോൾ ആ രീതി നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ നടുവിലായിട്ട് വര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറോടെ വരച്ചെടുക്കും. ഉണ്ടല്ലേ, നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. നേരത്തെ വരച്ച വട്ടം ഞാൻ മായ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം.
ഇനി കറുത്ത മുടിയല്ല, വെളുത്ത മുടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നെറ്റീൻ്റെ അവിടെ നിന്ന് കയറി നിൽക്കുന്ന ഭാഗം മാത്രം ഒന്ന് കറുപ്പിച്ചെടുക്കാം. അപ്പോൾ മുടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെവിയുടെ ഭാഗം മാത്രമേ അതും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി ഒന്ന് കറുപ്പിച്ചെടുക്കാം മുഖം. എന്നാൽ നമുക്ക് ചുളിവുകളൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്ത് മാറ്റിയെടുക്കാം മുഖത്തിന്. ഇതൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരിതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് മാച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുഖത്തിലെ ഓരോരോ ഭാവങ്ങളും നമുക്ക് വരച്ചെടുക്കാം. ക്ലിയറായില്ലേ? ഇനി നമുക്ക് ചെറിയ കറുത്ത ഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കാം. കണ്ണിൻ്റെ ഈ സൈഡിനൊക്കെ ചെറുതായിട്ട് ഉറപ്പിച്ചെടുക്കണം. ഈ സൈഡും ചെറുതായിട്ട് കറുപ്പുണ്ട്, ഈ സൈഡിൽ നമുക്ക് കറുപ്പിച്ചെടുക്കാം. ചെറിയ പൊരുകാണ്, ചെറുതായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, ആ രീതിയിലാണ് ഉള്ളത്. ഇനി കൂടിപ്പോയാലും നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൂടിപ്പോയാലും നമുക്ക് പെട്ടെന്ന് മായ്ച്ചെടുക്കാം. ഈ ഫോട്ടോ എനിക്ക് 2 ആഴ്ച മുന്നേ തന്നതാണ്. അപ്പോൾ ഇത് വരച്ചു കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിലൊക്കെ ഉള്ള ഫോട്ടോകൾ അത് വരയ്ക്കാനുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ വരയ്ക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണ് അതിനുള്ള അവസരം. അപ്പോൾ ഇന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഒന്ന് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അമ്മയുടെ ഏകദേശം മുഖഭാവങ്ങളൊക്കെ ക്ലിയറാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങളെ ക്ലിയറാക്കാനുണ്ട്. അതും കൂടി ക്ലിയറാക്കിയാൽ ഒരാളത് കഴിഞ്ഞു. ഒക്കെ ചെറുതായിട്ട് അടഞ്ഞ കണ്ണായതുകൊണ്ട് പെട്ടെന്ന് വരച്ചെടുക്കാം. കുറച്ചും കൂടി ഈ സൈഡൊക്കെ വായിച്ച് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വായിച്ചെടുക്കാം.
ഒരുപാട് മായ്ക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളുടെ മുന്നേ ചെയ്ത വർക്കുകളെല്ലാം മോശമായി പോകും. ഈ മൂക്കിൻ്റെ ഈ മുനഭാഗത്തൊന്നും അധികമായിട്ട് അർപ്പിക്കേണ്ടതായിട്ടില്ല. ഇന്ന് വെളുത്ത് തന്നെ ഇരിക്കുന്നത്. ഇനി നെറ്റിയുടെ ഈ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പിച്ച് കൊടുക്കും. വീഡിയോയിൽ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുക. ആദ്യമായിട്ടുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും കണ്ടാൽ മാത്രം, വീഡിയോ തേച്ചും കണ്ടാൽ മാത്രം എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. അപ്പോൾ അമ്മയുടെ ഏകദേശം ക്ലിയറായി കഴിഞ്ഞു. കണ്ണിൻ്റെ ഈ സൈഡിനൊക്കെ കുറേശ്ശെ കറുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കൂട്ടുകാരനെ വരയ്ക്കാം. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നില്ല, കാരണം അടുത്ത വീഡിയോയിലും ഒരു വീഡിയോയും കൂടി വരാനുണ്ട്. അടുത്ത വീഡിയോയിൽ ക്ലിയറായി വരയ്ക്കുന്നതൊക്കെ കാണിക്കാം. കാരണം ഇതെല്ലാം കാണിക്കാൻ നിന്നാൽ ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോ. അപ്പോൾ നിങ്ങൾക്കത് ബോറായി തോന്നാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി വരാനുണ്ട്, അതും കൂടി കാണാം എല്ലാവരും. നമുക്ക് മുടിയൊന്ന് കറുപ്പിച്ചേക്കാം. മുടി പിന്നെ ഓരോരോ ലെയറുകളായിട്ടാണുള്ളത്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണം.
ഞാൻ അതിനായിട്ട് മുടി ഉറപ്പിക്കാനായിട്ട് 4 തരം പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് 10B, 8B, 6B, പിന്നെ 4B പെൻസിലാണ്. ഓരോ ലെയറുകളായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഏകദേശം മുടീൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി താടിനേശം കറുപ്പിക്കാനുണ്ട്, പിന്നെ ചുണ്ടും ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അതൊക്കെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് അമ്മയുടെ കഴുത്തിൻ്റെ അടിഭാഗം വരച്ചെടുക്കും. തൊണ്ടേൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് പൊന്തി കിടക്കുന്നുണ്ട്, അതൊക്കെ ക്ലിയറാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ വലത്തെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇടത്തെ സൈഡാണ്, പക്ഷെ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ വലത്തെ സൈഡാണ്. ആ ചെരിവുള്ള ഭാഗം ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കഴുത്തിൻ്റെ ആ സൈഡൊക്കെ ക്ലിയർ ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ വരച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നുണ്ട്, ആ ഭാഗങ്ങളൊന്ന് വരച്ചെടുക്കും. അപ്പോൾ കയ്യിൻ്റെ വിഭാഗങ്ങളും വരച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ അപ്പുറത്തെ നിൽക്കുന്ന ആളുടെ ഏകദേശം ഭാഗങ്ങളും വരച്ചിട്ടുണ്ട് കേട്ടോ. ഷർട്ടിൻ്റെ കോളറും അതുപോലെ ഷർട്ട് നിൽക്കുന്ന ഭാഗം, പിന്നെ കയ്യിൻ്റെത്, ഇതൊക്കെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കണം. എന്നാലേ ഷർട്ടിൻ്റെ വേറെ തന്നെ ഒന്ന് കളറ് മാറി നിൽക്കുന്നു, ഇനി ഫുൾ വൈറ്റായി പോകും. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഞാൻ ചെറിയ കുറച്ച് ഭാഗങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ചിത്രത്തിന് ചെറിയൊരു മാറ്റം വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.
അപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് ചെറുതായിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.